മന്നവൻ കാട്ടിലെ രാജാവായിരുന്നു സിംഹരാജൻ. സിംഹരാജന് എല്ലാ മൃഗങ്ങളെയും ഒരുപോലെ ഇഷ്ടമായിരുന്നു. പക്ഷേ നിയമം തെറ്റിക്കുന്നവരെ ശിക്ഷിക്കും. മിട്ടു എന്നൊരു മാൻകുട്ടിയായിരുന്നു ആ കാട്ടിലെ ഏറ്റവും വലിയ വികൃതി. മിട്ടുവിന് കാട്ടിലെ നിയമങ്ങൾ അനുസരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. കാട്ടിൽ ഒരു കുളത്തിനരികിൽ നിറയെ കായ്ക്കുന്ന ഒരു ആപ്പിൾ മരമുണ്ടായിരുന്നു. അതുകൊണ്ട് മിട്ടുവിന് എപ്പോഴും ആ കുളത്തിനരികിൽ കളിച്ചു നടക്കാനായിരുന്നു ഇഷ്ടം. ഒരിക്കൽ ഒരു വേനലിൽ ഒട്ടും മഴ കിട്ടാതെ കാട്ടിലെ മരങ്ങളെല്ലാം കരിഞ്ഞുണങ്ങാൻ തുടങ്ങി. കുളങ്ങൾ വറ്റി. കാട്ടിലെ പക്ഷികളും മൃഗങ്ങളും സങ്കടത്തിലായി. ഒടുവിൽ ആ ആപ്പിൾ മരവും കരിയാൻ തുടങ്ങി. ഒരു മഴയ്ക്കു വേണ്ടി എല്ലാവരും കൊതിച്ചു. പെട്ടെന്നൊരു ദിവസം ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി. ഇടിമിന്നലോടുകൂടി മഴ പെയ്യാൻ തുടങ്ങി. ആ പെരുമഴയിൽ കാട്ടിലെ കുളങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. സിംഹരാജനും മിട്ടുവും കാട്ടിലെ മറ്റെല്ലാ മൃഗങ്ങളും പെരുമഴയത്ത് പാട്ടുപാടി നൃത്തം ചെയ്തു. അമ്പമ്പോ മഴ വന്നേ കുഞ്ഞിക്കുളിർ മഴ പെരുമഴ, അയ്യയ്യാ കന്നിമഴ, വായോ വായോ മഴ നനയാം. കാട്ടിൽ വീണ്ടും ചെടികൾ മുളച്ചു, പൂക്കൾ വിരിഞ്ഞു, മരങ്ങൾ തളിർത്തു കായ്ച്ചു. പക്ഷേ ആപ്പിൾ മരത്തിൽ ഒരൊറ്റ ആപ്പിൾ മാത്രമേ ഉണ്ടായുള്ളൂ. ആ ആപ്പിൾ നല്ല ചുവന്ന നിറമുള്ളതും വളരെ വലിപ്പമുള്ളതുമായിരുന്നു. ഈ ആപ്പിൾ ആർക്കുള്ളതാണ്? ആരാണത് പറിക്കുക? മൃഗങ്ങൾക്കിടയിൽ തർക്കം തുടങ്ങി. തർക്കത്തിന് പരിഹാരം കാണാനായി സിംഹരാജൻ അവിടേക്ക് എത്തി. സിംഹരാജൻ പറഞ്ഞു, സമാധാനമായിരിക്കൂ, ഇനി തർക്കം വേണ്ട. നാളെ ഞാൻ തന്നെ ആപ്പിൾ പറിച്ചെടുത്ത് എല്ലാവർക്കുമായി വീതിച്ചു തരുന്നതാണ്. മൃഗങ്ങൾക്ക് സമാധാനമായി. പക്ഷേ ആ ആപ്പിളിൽ നിന്ന് വലിയൊരു കഷ്ണം തനിക്ക് മാത്രമായി എങ്ങനെ കിട്ടുമെന്നായി വികൃതിയായ മിട്ടുവിൻ്റെ ചിന്ത. അന്ന് രാത്രിയായപ്പോൾ മിട്ടു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലെത്തി. ആപ്പിൾ കണ്ടപ്പോൾ മിട്ടുവിൻ്റെ വായിൽ വെള്ളമൂറി. അവന് കൊതിയടക്കാൻ കഴിഞ്ഞില്ല. ആരും കാണാതെ മിട്ടു ആ ആപ്പിൾ പറിച്ചെടുത്ത് മുഴുവനും കഴിച്ചു തീർത്തു. അടുത്ത ദിവസം രാവിലെ സിംഹരാജൻ വന്നപ്പോൾ ആപ്പിൾ കാണാനില്ല. സിംഹരാജൻ ചോദിച്ചു, ആപ്പിൾ എവിടെ? സത്യം പറയണം. സത്യം പറയുന്നവരെ ശിക്ഷിക്കില്ല. അപ്പോൾ ചില കുരങ്ങന്മാർ പറഞ്ഞു, മാൻകുട്ടിയെ പോലെ തോന്നിക്കുന്ന ഒരാൾ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടതാണ്. സിംഹരാജൻ മിട്ടുവിനോട് ചോദിച്ചു, മിട്ടു, നീയാണോ ആപ്പിൾ എടുത്തത്? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ചിലപ്പോൾ കാക്ക കൊത്തിക്കൊണ്ടുപോയതായിരിക്കും. അവൻ നുണ പറഞ്ഞു. സിംഹരാജൻ മിണ്ടാതെ നിന്നു. എന്നിട്ട് ഒരു തന്ത്രം പ്രയോഗിച്ചു. ഞാൻ മന്ത്രവാദിയായ കിങ്ങിണിപ്പൂച്ചയെ വിളിക്കാം. മന്ത്രങ്ങൾ ചൊല്ലി കള്ളം പറയുന്നത് ആരാണെന്ന് കിങ്ങിണിപ്പൂച്ച കണ്ടുപിടിക്കട്ടെ. കിങ്ങിണിപ്പൂച്ച വന്നാൽ എത്ര വലിയ കള്ളങ്ങളും കണ്ടുപിടിക്കുമെന്ന് മിട്ടുവിനറിയാം. താൻ കള്ളം പറഞ്ഞത് കിങ്ങിണിപ്പൂച്ച കണ്ടുപിടിക്കുമെന്ന് മിട്ടുമാൻ പേടിച്ചു. മിട്ടു കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് സിംഹരാജന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. ക്ഷമിക്കണം സിംഹരാജൻ, ഞാൻ കള്ളം പറഞ്ഞു. ഞാനാണ് ആപ്പിൾ എടുത്തത്. എനിക്ക് ആർത്തി തോന്നി കഴിച്ചു പോയതാണ്. നിഷ്കളങ്കമായ ആ കുറ്റസമ്മതം കേട്ട് സിംഹരാജൻ അവനെ ചേർത്തു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മിട്ടു, സത്യം മാത്രമേ പറയാവൂ. നുണ പറയുന്നതിനേക്കാൾ വലിയ തെറ്റ് വേറൊന്നില്ല. ഇനിമേൽ സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. മിട്ടുമാൻ ആ ദിവസം ഒരു പാഠം പഠിച്ചു. ഇനി ഒരിക്കലും കള്ളം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ലെന്ന് അവൻ തീരുമാനിച്ചു. വീണ്ടും കൂട്ടുകാർക്കൊപ്പം തുള്ളിച്ചാടിയും ഓടിയും കാട്ടിനുള്ളിൽ കളിച്ച് രസിച്ച് നടന്നു. മിട്ടുവാണു ഞാൻ, മിടുക്കനാണു ഞാൻ, മന്നവൻ കാട്ടിലെ മാനാണു ഞാൻ, കുഞ്ഞുമാനാണു ഞാൻ.